ഹലോ. അപ്പൊ ഇന്നിന് നമ്മള് 4ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഇന്നിന് നമ്മൾ പറയാൻ പോകുന്നത് ജൈന മതത്തെ കുറിച്ചിട്ടും അതിന്റെ തത്വങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ വ്യാപനത്തെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ജൈന മതം എന്ന് പറയുന്നത് 24 തീർത്ഥങ്കരന്മാരിലൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ 24ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള മഹാവീരനാണ് ജൈന മതത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. അതിൽ 1ാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനും 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനുമാണ്. അതിൽ മഹാവീരൻ വൈശാലിക്കടുത്തുള്ള കുന്ദ ഗ്രാമത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്റെ 30ാമത്തെ വയസ്സിൽ ലൗകിക ജീവിതം ഉപേക്ഷിക്കുകയും സന്യാസ ജീവിതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കൈവല്യം ലഭിച്ചു, അതായത് ജ്ഞാനോദയം ലഭിച്ചു. പിന്നീട് അദ്ദേഹം ജിനൻ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. പാവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഇനി ജൈന മതത്തിന്റെ തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന വിശ്വാസം. രണ്ടാമത്തത് അഹിംസ. അഹിംസ നമ്മൾ ബുദ്ധമതത്തിന്റെ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് ജീവനുള്ള വസ്തുക്കളെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. ഇനി അടുത്തതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷം അല്ലെങ്കിൽ നിർവാണം കൈവരിക്കലാണ്. അടുത്തത് ജനനം, പുനർജന്മം എന്നിവയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷമെന്ന് പറയുന്നത്. ഇനി ജനനത്തിന്റെയും പുനർജന്മത്തിന്റെയും കാരണം കർമ്മമാണ്. മോക്ഷം കൈവരിക്കാൻ നമുക്ക് കർമ്മം ശുദ്ധമായിരിക്കണം. ത്രിരത്നങ്ങളിലൂടെ മാത്രമേ ഇത് നടപ്പിലാവുക അല്ലെങ്കിൽ സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇനി ഏതൊക്കെയാണ് ത്രിരത്നങ്ങൾ എന്നാണ് പറയുന്നത്? ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം. ഇതാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൂടെ മാത്രമേ നമുക്ക് മോക്ഷം നേടാനാവൂ. ഇനി മോക്ഷപ്രാപ്തിക്ക് സന്യാസ ജീവിതവും നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ജൈന മതത്തിന്റെ തത്വങ്ങള്. ഇനി ജൈന മതത്തിൽ ചേർന്നിട്ടുള്ള സന്യാസിമാരും സന്യാസിനിമാരും 5 പ്രതിജ്ഞകളെ എടുക്കണമായിരുന്നു. 1. ഹിംസിക്കരുത്, ജീവനുള്ള വസ്തുക്കളെ ഉപദ്രവിക്കാൻ പാടില്ല. 2ാമത്തതാണ് മോഷ്ടിക്കരുത്. 3ാമത്തത് കളവ് പറയരുത്. 4ാമത്തത് സ്വത്ത് കൈവശം വെക്കരുത്. 5ാമത്തത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഈ 5 പ്രതിജ്ഞകളെ ജൈന മതത്തിലെ സന്യാസിമാരായാലും സന്യാസിനിമാരായാലും എടുക്കണം എന്നുള്ളതാണ്. ഇനി ജൈന മതത്തിന്റെ വ്യാപനം. നമ്മൾ ബുദ്ധമതത്തിന്റെ വ്യാപനം പറഞ്ഞ അതുപോലെയുള്ള പോയിന്റ്സേ ഉള്ളൂ, ചെറിയൊരു മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2ൽ സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ജൈന മതം വ്യാപിക്കാനുള്ള കാരണമാണ് പറയുന്നത്. 1ാമത്തത് ലളിതമായിട്ടുള്ള തത്വമായിരുന്നു. 2ാമത്തത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പ്രാകൃത ഭാഷയുടെ ഉപയോഗം. 3ാമത്തത് രാജകീയ പ്രോത്സാഹനം ലഭിച്ചത്. 4ാമത്തത് ജൈന സന്യാസിമാരുടെയും സംഘത്തിന്റെയും ഊർജസ്വലമായിട്ടുള്ള പ്രവർത്തനവും ഈ ഒരു ജൈന മതത്തിന്റെ വ്യാപനത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ജൈനമതം നമ്മുടെ ഭാരതീയ കലക്കും വാസ്തുവിദ്യക്കും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതായത് നിരവധി സ്തൂപങ്ങള്, പ്രതിമകള്, ഗുഹാക്ഷേത്രങ്ങൾ എന്നിവയൊക്കെ ഇവര് പണി കഴിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രാവണ ബൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ, കൂടാതെ ദിൽവാര, ഖജുരാഹോ, എല്ലോറ എന്നിവിടങ്ങളിലെ ജൈന ക്ഷേത്രങ്ങളും അവരുടെ സംഭാവനകളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക്